ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് അഥവാ CC19U MTS4C04 or CC20U MTS4C04 Mathematics 4 2019 admission onwards ആണ്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കോഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഏതാണ് ക്വസ്റ്റ്യൻ കോഡ്? CC19U MTS4C04 or CC20U MTS4C04 Mathematics 4 ആണ്. അഥവാ 2019 അഡ്മിഷൻ ഓൺവേർഡ്സിലാണ് തുടങ്ങുന്നത്. അപ്പൊ അത് സപ്ലിമെന്ററിയും റെഗുലർക്കും ഇംപ്രൂവ്മെന്റിനും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ ഏപ്രിൽ 2023 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് എയും അതേപോലെ പാർട്ട് ബിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് സി ആണ്. ഇനി പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 20th ക്വസ്റ്റ്യൻ. എന്താണ് 20th ക്വസ്റ്റ്യൻ പറയുന്നത്? സോൾവ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 4x പ്ലസ് 10 sin x y of 2 of 0 y dash of 2 equal to 2. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവർ ഉദ്ദേശിച്ചത് ഇവിടെ എന്താണ്? y of pi ആണ്. അതാണ് പൈ വാല്യൂ ആണ് വരുന്നത്. ഒരു വരടാൻ മറന്നു പോയതാവും ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തൊരു മിസ്റ്റേക്ക് വന്നതായിരിക്കും. അപ്പൊ y of pi ഈക്വൽ ടു 0ഉം y dash of pi ഈക്വൽ ടു 2 ആണ് അവിടെ വരേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയൊരു മിസ്റ്റേക്ക്. ഇവിടെ 2 അല്ല, ഈ 2 ഏത് റോമൻ ലെറ്റർ 2 അല്ല, ഓർക്കുക അത് പൈ ആണ് അവർ ഉദ്ദേശിച്ചത്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 6x സ്ക്വയർ പ്ലസ് 2 മൈനസ് 12 e റൈസ് ടു 3x. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20ൽ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? എയും ബിയും ഉണ്ട്. അപ്പൊ ഇത് SA ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? സി പാർട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പാർട്ട് സി ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പൊ കുറച്ച് ലെങ്തി ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോൾവ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 4x പ്ലസ് 10 sin x y ഓഫ് പൈ ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് പൈ ഈക്വൽ ടു 2 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യാണ്? തന്ന ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് ഏതാണ്? y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 4x പ്ലസ് 10 sin x ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം, നമുക്ക് ഫോർമാറ്റ് അറിയാം. y ഈക്വൽ ടു ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഇതുകൂടിയും ചേർന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിനെന്താക്കി എടുത്താൽ മതി? ഇതിനെ ജനറൽ സൊല്യൂഷനെ YH ആക്കി എടുക്കുക. ഇതാണ് നമ്മളെ പർട്ടിക്കുലർ സൊല്യൂഷൻ അപ്പൊ YP ആക്കി എടുക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ തന്നതിനെ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നതിനെ ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി ആദ്യം മാറ്റി എഴുതാണ്, അല്ലെ? ഹോമോജീനിയസ് ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇതിനെന്ത് മാറ്റി എഴുതാ? ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ y ഡബിൾ ഡാഷിനെ ലാംഡ സ്ക്വയർ, അല്ലെ? yക്ക് 1. അപ്പൊ എന്തിട്ടി? ലാംഡ സ്ക്വയർ ഈക്വൽ ടു -1, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1. ആൻസർ എന്തായി? പ്ലസ് ഓർ മൈനസ് i ആണ്. നമുക്കറിയാം ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫ, അല്ലെ, പറയുന്ന രീതി. അപ്പൊ 0 പ്ലസ് ഓർ മൈനസ് i എന്ന് പറഞ്ഞാൽ ആൽഫന്റെ വാല്യൂ 0ഉം ബീറ്റന്റെ വാല്യൂ 1 ആണ്, അല്ലെ? അതിന് മുമ്പ് തൊട്ട് പാർട്ട് ബിയിൽ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ ഈക്വൽ ടു 0 എന്ന രീതിയിൽ വന്നതുകൊണ്ടാണ് ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരുന്നു, നമ്മൾ അതേപോലെ ചെയ്തിരുന്നു. അവിടെ എന്താണ്? ആൽഫന്റെ വാല്യൂ 0, ബീറ്റന്റെ വാല്യൂ 1 ആണ്. ഇതിനെന്ത് ചെയ്യാ? ജനറൽ സൊല്യൂഷനിലേക്ക് ഒന്ന് മാറ്റി എഴുതാം, അല്ലെ? അപ്പൊ ഇവിടെ YH ആണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ ആക്കി എഴുതുന്നത്, അല്ലെ? H ഈക്വൽ ടു നമുക്കറിയാം ഇവിടെ എന്താണ്, അല്ലെ? കോംപ്ലക്സിലേക്കാണ് വേണം. അപ്പൊ ഇക്വേഷൻ e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 cos x, cos x മാത്രമല്ല ബീറ്റ എക്സ് പ്ലസ് C2 ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ഇവിടെ ആൽഫ 0 ആണ്, ബീറ്റന്റെ വാല്യൂ 1ഉം കൂടിയാണ്. അപ്പൊ e റൈസ് ടു 0x C1 ഇൻറ്റു കോസ് എക്സ്, അല്ലെ? ബീറ്റക്ക് 1 ആണ്, പ്ലസ് C2 ഇൻറ്റു സൈൻ എക്സ്, അല്ലെ? ബീറ്റ 1.
ഇപ്പൊ e raised to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 1 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഹോമോജീനിയസ് ഇക്വേഷൻ YH ഈക്വൽ ടു എന്ത് കിട്ടി? C1 cos x പ്ലസ് C2 sin x എന്ന രീതിയിലേക്ക് നമുക്ക് വന്നു. ഇനി നമ്മൾ കാണാൻ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പർട്ടിക്കുലർ സൊല്യൂഷൻ ആക്കി കണ്ടെത്തണം അല്ലെ? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇവിടെ നോക്കുക, ഒരു 4x ഉം പ്ലസ് 10 sin x ഉം ആണ്. ഇപ്പൊ രണ്ട് ഇവിടെ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അല്ലെ? ഒന്ന് സാധാരണ ലീനിയർ ഇക്വേഷനും പിന്നെ സൈനും കോസും ചേർന്ന ഒരു ഇക്വേഷനും. നമ്മൾ ഇതിനെ ഫസ്റ്റ് ടൈമിന് ഇവിടെ yp1 ആക്കി എടുക്കാം, അതേപോലെ ഇവിടെ yp2 ആക്കി എടുക്കാം. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാണ്? yp ഈക്വൽ ടു ഞാൻ മാറ്റി എഴുതാൻ പോകുമ്പോ എങ്ങനെ? yp ഈക്വൽ ടു ഇവിടെ yp1 ഉം yp2 ആണ്. നമുക്കറിയാം ഇവിടെ ഒരു ലീനിയർ ഇക്വേഷൻ ആണ് 4x ന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ax പ്ലസ് b എന്ന രീതിയിൽ എഴുതി. അത് കഴിഞ്ഞു, yp1 എഴുതി കഴിഞ്ഞു. ഇനി 10 sin അഥവാ sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാറുണ്ട് അല്ലെ? c ഇൻറ്റു അവിടെ അടുത്ത കോൺസ്റ്റന്റ് c ആണ് കൊടുത്തത്, c ഇൻറ്റു sin x പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് d കൊടുത്തു, d cos x. അപ്പൊ ഇത്രയും വരുന്നത് ആരാണ്? ഞാൻ yp-ന്റെ പർട്ടിക്കുലർ p1 പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതി, ബാക്കി വരുന്നത് yp2 ന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് എഴുതിയത്. ഇനി എന്ത് ചെയ്യാ? ഇതിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പൊ ആദ്യം എന്ത് എഴുതി ഇവിടെ? പർട്ടിക്കുലർ സൊല്യൂഷൻ yp ഈക്വൽ ടു അല്ലെ ax പ്ലസ് b പ്ലസ് c ഇൻറ്റു sin x പ്ലസ് d ഇൻറ്റു cos x. നമുക്കറിയാം, നമുക്ക് മാറ്റി എഴുതണം. നമുക്ക് തന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു അല്ലെ? y ഡബിൾ ഡാഷ് p പ്ലസ് yp ഈക്വൽ ടു അല്ലെ 4x പ്ലസ് 10 sin x ആണ് അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 4x പ്ലസ് 10 sin x ആണ്. അപ്പൊ ഇവിടെ y ഡാഷ് p ആക്കി കൊടുത്തു, ഇവിടെ yp ആക്കി കൊടുത്തു. അപ്പൊ ഈ ഇക്വേഷന് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം ഞാൻ yp ഡാഷ് ചെയ്യാണ്. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ a ആയി, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് 0 പ്ലസ് c ഇൻറ്റു sin x ന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ cos x പ്ലസ് d ഇൻറ്റു cos x ന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മൈനസ് sin x. അപ്പൊ അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? a പ്ലസ് c ഇൻറ്റു cos x മൈനസ് d ഇൻറ്റു sin x എന്ന രീതിയിലേക്ക് വന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ചെയ്യണം. yp ഡബിൾ ഡാഷ് a നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0, ഇനി കോസിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin x ആണ്, അപ്പൊ മൈനസ് c ഇൻറ്റു sin x. ഇനി sin x നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? cos x ആണ്. അപ്പൊ yp ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് c sin x മൈനസ് d ഇൻറ്റു cos x ആയി. അത് നേരെ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? a-ന്റെയും b-ന്റെയും c-ന്റെയും d-ന്റെയും നമുക്ക് വാല്യൂ കണ്ടെത്തണം. അപ്പൊ നമ്മൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ ഇക്വേഷൻ ആണ് yp ഡബിൾ ഡാഷ് പ്ലസ് yp ഈക്വൽ ടു 4x പ്ലസ് 10 sin x. ഇനി yp ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് c ഇൻറ്റു sin x മൈനസ് d ഇൻറ്റു cos x പ്ലസ് yp എന്ന് പറയുമ്പോൾ ax പ്ലസ് b പ്ലസ് c ഇൻറ്റു sin x പ്ലസ് d ഇൻറ്റു cos x ഈക്വൽ ടു 4x പ്ലസ് 10 sin x. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ? ഒന്നില്ലെങ്കിൽ sin x നെ ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ cos x നെ. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കാം, മൈനസ് c sin x, ഇവിടെ പ്ലസ് sin c x ഉണ്ട്, അത് എന്തായി? ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ മൈനസ് d cos x ഉം പ്ലസ് d cos x ഉണ്ട്, അതെന്തായി? ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ? ax പ്ലസ് b ഈക്വൽ ടു 4x പ്ലസ് 10 sin x ആയി മാറി. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? x നെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇക്വേറ്റിംഗ് x ഇംപ്ലൈസ് a ഈക്വൽ ടു എന്ത് കിട്ടി? 4. ഇനി ഇവിടെ നോക്കുക, ഇനി ഇവിടെ കോൺസ്റ്റന്റ് തന്നെ ഉള്ളൂ b അല്ലെ? അടുത്തത് b is a constant. അപ്പൊ കോൺസ്റ്റന്റ് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുമ്പോൾ b വാല്യൂ എന്തായി? 0 ആയി. അപ്പൊ ഇതോടുകൂടി നമുക്ക് ഇതോടെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? c-ന്റെയോ d-ന്റെയോ വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അടുത്ത റൂള് പഠിച്ചിരുന്നു, ഇങ്ങനെ കിട്ടാത്ത അവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ ഇൻഡിഫിനിറ്റ് ഫോമുലേക്ക് വരുമ്പോ 1/0 അല്ലെങ്കിൽ അല്ലെ ആ വാല്യൂസ് ഒന്നൊക്കെ വെട്ടിപ്പോവാണെങ്കിൽ നമുക്ക് സിഒ ഡിഒ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? ഇതിനകത്തോട്ട് ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും അടുത്തൊരു എക്സ്, അപ്പൊ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ആദ്യം പറഞ്ഞു, ആദ്യം ഒരു എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ അതും കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഒരു എക്സ്, അപ്പൊ രണ്ടാമത്തെ മൾട്ടിപ്ലൈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ ചെയ്തു പോവാണ് മൾട്ടിപ്പിൾ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ ആർക്കാണ് മൾട്ടിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ
ഫസ്റ്റ് എടുത്തിട്ടില്ലേ ഏത് ഭാഗത്ത് നമ്മളെ yp1 ഉണ്ട് yp2 ഉണ്ട്. ഞാൻ ഈ yp2 ന്റെ അകത്താണ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ yp1 ന്റെ അടുത്ത് ഒന്നും ചെയ്യുന്നില്ല, yp2 ന്റെ അവിടെ കൂടി ആര് മൾട്ടിപ്ലൈ ചെയ്യാണ്, x കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ എഴുതാൻ പോകുന്നത് dx cos x. നമ്മൾ റൂളാണ്. നെക്സ്റ്റ് ഇങ്ങനെ കിട്ടാത്ത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന പ്രകാരം എന്ത് ചെയ്യും, ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഇതും ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല, co അല്ല co do ao by കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ yp ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ax plus b plus cx square sin x plus dx square cos x, അതോടുകൂടി ചിലപ്പോൾ കിട്ടുന്നുണ്ടാകും. അപ്പൊ ഞാൻ ആദ്യം ഇത് ചെയ്ത് നോക്കിയിട്ടാണ് ഇതിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഇത് എയും ബിയും സിയും ഡിയും വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ yp എന്തായി മാറി, yp equal to അല്ലെ ax plus b plus cx sin x plus dx എന്തായി cos x ആയി. ഇപ്പൊ നേരത്തെ പോലെ yp dash കണ്ടുപിടിക്കണം. yp dash equal to അല്ലെ a plus 0 plus ഇതിനെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ cx into cos x ആയി, അടുത്തെന്താവും c into sin x ആയി. ഇനി ഇതിനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും d into cos x പ്ലസ് പിന്നെ ഇനി കോസിന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആയി, അപ്പൊ മൈനസ് d into x into sin x ആയി മാറി. ഇനി അടുത്തെന്ത് ചെയ്യാ, yp ഡബിൾ ഡാഷ് ചെയ്യാം. ഇപ്പൊ yp ഡബിൾ ഡാഷ് ആകുമ്പോൾ a ന് 0 ആയി മാറി അല്ലെ. ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും c അല്ലെ, x നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1, അപ്പൊ വെറും cos x. അടുത്ത ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും മൈനസ് c sin x ലേക്ക് മാറി, പ്ലസ് ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്തായി c into cos x. ഇനി ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ d into മൈനസ് അല്ലെ sin x, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ്. ഇനി വീണ്ടും ഇവിടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം, d into എന്തായി sin x, ഇനി മൈനസ് d into x into cos x എന്ന രീതിയിലേക്ക് വന്നു. ഇവിടെ നോക്കുക c into cos x, ഇവിടെയും c into cos x ഉണ്ട്. അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യാ, ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും അല്ലെ, yp ഡബിൾ ഡാഷ് ഈക്വൽ ടു 2c cos x ആയി. ഇനി അടുത്ത അതേപോലെ ഉണ്ട് നോക്കുക, ഇവിടെ എന്തുണ്ട് മൈനസ് d sin x ഉണ്ട് അല്ലെ, ഇവിടെ മൈനസ് d sin x ഉണ്ട്. അപ്പൊ രണ്ടും കൂടിയും ആഡ് ചെയ്യും. അപ്പൊ മൈനസ് 2d എന്തായി മാറി, sin x ആയി മാറി. ഇനി ബാക്കിയുള്ളത് അതേപോലെ വരുന്നില്ലല്ലോ, അതേപോലെ എടുത്തു. ഇപ്പൊ മൈനസ് എന്തായി cx sin x മൈനസ് dx എന്തായി cos x ആയി മാറി അല്ലെ, d cos x. ഇവിടെ നോക്കുക, ഇവിടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം, ഇവിടെയും പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരും. പിന്നെ രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ടു. ഇനി നേരെ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് yp ഡബിൾ ഡാഷ് പ്ലസ് yp ഈക്വൽ ടു എന്താണ് 4x പ്ലസ് 10 sin x. അപ്പൊ yp ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ നേരെ മുകളിലുണ്ട്, എന്താണ് 2 cos x അല്ലെ, മൈനസ് 2 എന്തായി അല്ലെ, മൈനസ് 2 d sin x മൈനസ് cx sin x മൈനസ് dx cos x. yp എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് എഴുതിയത് yp ഈക്വൽ ടു ഇതെടുത്ത് എഴുതി, എന്താണ് ax പ്ലസ് അല്ലെ b പ്ലസ് cx sin x നേരത്താണ് പ്ലസ് dx cos x ഈക്വൽ ടു 4x പ്ലസ് 10 into sin x. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ അല്ലെ മൈനസ് എന്തുണ്ട് cx sin x ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ പ്ലസ് cx sin x ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോയി. പിന്നെ ഇവിടെ മൈനസ് dx cos x ഉണ്ട്, അതേപോലെ ഇവിടെ പ്ലസ് dx cos x ഉണ്ട്, അത് രണ്ടും എന്തായി ക്യാൻസൽ ആയി പോയി. അപ്പൊ ബാക്കി ആരേ ഉള്ളൂ ഇവിടെ 2c cos x മൈനസ് 2d sin x. ഇനി ഇവിടെ ആരുണ്ട് പ്ലസ് ax പ്ലസ് b ഈക്വൽ ടു 4x പ്ലസ് 10 sin x ലേക്ക് മാറി. ഇനി എന്ത് ചെയ്യാം, ഓരോന്നും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് ഇക്വേറ്റിംഗ് എന്താണ് കോഎഫിഷ്യന്റ് ആരുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ x ഇല്ല, ഇവിടെ x ഇല്ല, ഇവിടെ a അല്ല. അപ്പൊ a ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി, 4 കിട്ടി. ഇനി അടുത്ത എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. ആരെ ഇക്വേറ്റിംഗ് ആരാണ്, കോസ് എക്സിനെ എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ കോസ് എക്സ് ഉണ്ട്, അപ്പൊ 2c ആണ് അല്ലെ. പിന്നെ ഇവിടെ കോസ് ഇല്ല, ഇവിടെ ആരുണ്ട്, ഇവിടെയും കോസ് ഇല്ല, അപ്പൊ 0. അപ്പൊ ഇംപ്ലൈസ് c ഈക്വൽ ടു 0. അപ്പൊ c ന്റെ വാല്യൂ 0 കിട്ടി, കാരണം ഇവിടെ കോസ് എക്സ് ഉണ്ട്, ഇവിടെ കോസ് എക്സ് ഇല്ല. ഇനി ഇക്വേറ്റിംഗ് ആരാണ്, സൈൻ എക്സിനെ ഇക്വേറ്റ് ചെയ്യാണ്.
അപ്പൊ ഇവിടെ സൈൻ ഉണ്ട് എന്താണ് -2d ഉണ്ട് ഇവിടെ ആരുണ്ട് അല്ലെ സൈൻ എക്സ് 10 അപ്പൊ d ഈക്വൽ ടു -10/2 ഈക്വൽ ടു -5 കിട്ടിയല്ലോ അപ്പൊ എ ഡി സി ഇനി ബി മാത്രമേ കിട്ടാനുള്ളൂ അപ്പൊ ബി ഇവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യാ കോൺസ്റ്റന്റ് എന്ത് ചെയ്യാ ഇക്വേറ്റ് ചെയ്യാം അപ്പൊ ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും ബി ഈക്വൽ ടു 0 അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി എയുടെയും ബിന്റെയും സിന്റെയും ഡിന്റെയും വാല്യൂ കിട്ടി അപ്പൊ നമുക്ക് ഏത് ഉപയോഗിക്കാൻ സെക്കൻഡ് ഉപയോഗിക്കാൻ പറ്റും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് അപ്പൊ വൈ പി എന്ന ഇക്വേഷനിലേക്ക് ഇനി ആരൊക്കെ അപ്ലൈ ചെയ്താൽ മതി എന്റെയും ബിന്റെയും സിന്റെയും ഡിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പൊ വൈ പി നമുക്ക് കണ്ടെത്തി ഇപ്പൊ എന്തായിരുന്നു വൈ പി ഈക്വൽ ടു എന്താ എടുത്തത് എ എക്സ് പ്ലസ് ബി പ്ലസ് സി എക്സ് സൈൻ എക്സ് പ്ലസ് ഡി എക്സ് കോസ് എക്സ് ഇതാണ് നമ്മളെ വൈ പി അപ്പൊ എന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 4 ആണ് അപ്പൊ 4x ബിന്റെ വാല്യൂ 0 സിന്റെ വാല്യൂ എന്താണ് 0 ആണ് ഡിന്റെ വാല്യൂ -5 ആണ് അപ്പൊ -5 കോസ് എക്സ് അപ്പൊ വൈ പി ഈക്വൽ ടു എന്ത് കിട്ടി 4x - 5x കോസ് എക്സ് ആണ് വൈ പി അപ്പൊ നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എന്താണ് ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു ഹോമോജീനിയസ് ഇക്വേഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഇവിടെ ഹോമോജീനിയസ് ഇക്വേഷൻ എന്താണ് c1 cos x പ്ലസ് c2 sin x ഇനി വൈ പി പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിരുന്നു 4x - 5x cos x ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് അല്ലെ ജനറൽ സൊല്യൂഷൻ പക്ഷെ നമ്മൾ ജനറൽ സൊല്യൂഷൻ മാത്രമല്ല കാണാൻ പറഞ്ഞത് നമ്മൾ എന്ത് പറഞ്ഞേ അല്ലെ y of pi equal to 0 y dash of pi equal to 2 എന്ന് പറഞ്ഞത് അഥവാ ഇതിന്റെ എന്ത് ചെയ്യണം പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഫസ്റ്റ് നമ്മൾ y dash of pi എന്ന് കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ y dash of pi എന്ന് കിടക്കുന്നു അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം ഡെറിവേറ്റീവ് ചെയ്യണം അല്ലെ അപ്പൊ അതോടെ y ഈക്വൽ അപ്പൊ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും y dash equal to മൈനസ് സി അല്ലെ കോസിന്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് സൈനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് 4x ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 4 കോസിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് എന്തായി മാറി അല്ലെ 5x ഇൻറ്റു സൈൻ എക്സ് കാരണം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം -5 ഇൻറ്റു എന്തായി കോസ് എക്സ് ആയി മാറി കാരണം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് അറിയുമ്പോൾ മൈനസ് പ്ലസ് ആയി പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1 അപ്പൊ മൈനസ് ഇതാണ് നമ്മൾ ആര് വന്നത് ഡെറിവേറ്റീവ് വന്നത് ഇനി ഇതിലേക്ക് ആര് അപ്ലൈ ചെയ്യണം y of pi equal to 0 y dash of pi equal to 2 കണ്ടെത്താം c1 ന്റെയും c2 ന്റെയും നമുക്ക് എന്ത് ചെയ്യണം വാല്യൂ കണ്ടെത്തണം അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ് y അല്ലെ y of pi equal to 0 ആണ് അപ്പൊ y equal to എന്താണ് c1 cos x പ്ലസ് c2 into sin x പ്ലസ് 4x minus 5x cos x ആണ് നമുക്ക് ഇവിടെ y ന്റെ വാല്യൂ 0 ഉം x ന്റെ വാല്യൂ എന്താണ് പൈ ആണ് അപ്പൊ 0 equal to c1 cos pi plus c2 into sin pi plus 4 pi minus 5 pi into cos pi നമുക്കറിയാം cos pi എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലെ ഇനി അടുത്ത സൈൻ ആണ് sin pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0 ആണ് അപ്പൊ ഇവിടെ 0 equal to അല്ലെ ഇവിടെ എന്തായി -1 c2 sin pi ന്റെ വാല്യൂ 0 plus 4 pi minus 5 pi into ഇവിടെ എന്താണ് -1 ആണ് അപ്പൊ ഈക്വൽ ടു മൈനസ് c1 ഇത് 0 ആയി പ്ലസ് 4 pi ഇവിടെ എന്തായി മൈനസ് പ്ലസ് 5 pi ആയി ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി -c1 പ്ലസ് 9 pi അപ്പൊ c1 എന്ന് പറഞ്ഞ എന്ത് കിട്ടി 9 pi ആണ് ഇവിടെ ആര് വന്നത് c1 വന്നത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പറയുന്നത് y dash അല്ലെ ഓഫ് pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് നമുക്ക് ഒരു y dash എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് -c1 sin x പ്ലസ് c2 into cos x പ്ലസ് 4 മൈനസ് എന്താണ് 5 cos x പ്ലസ് 5x sin x ആണ് അല്ലെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നുള്ളൂ കുഴപ്പമില്ല ഇവിടെ എന്താണ് y dash എന്ന് പറഞ്ഞാൽ 2 ഉം x എന്ന് പറഞ്ഞാൽ പൈ ആണ് നമ്മളെ വാല്യൂ അപ്പൊ എന്തായി 2 ഈക്വൽ ടു മൈനസ് c1 into sin pi പ്ലസ് c2 into cos pi പ്ലസ് 4 മൈനസ് 5 into cos pi പ്ലസ് 5 അല്ലെ ഇൻറ്റു പൈ ഇൻറ്റു സൈൻ പൈ നമുക്കറിയാം സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ഉം കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ് ഇവിടെ എന്തായി ഇത് -c1 into 0 പ്ലസ് c2 into -1
plus 4 minus 5 അല്ലെ into minus 1 plus 5 pi into 0 ആണ് equal to ഇവിടെ C1 0 ആയി ഇവിടെ minus C2 ആയി ഇവിടെ എന്തായി plus 4 minus minus plus 5 plus 0 ആയി മാറി അല്ലെ 5 pi into 0 0 ആയി ഇവിടെ എത്രയായി 9 ആണ് equal to minus C2 plus 9 ഇനി അടുത്തെന്താണ് അല്ലെ minus C2 equal to 2 minus 9 equal to minus 7 അപ്പൊ C2 equal to എന്ത് കിട്ടി 7 ആണ് നമുക്ക് വാല്യൂ കിട്ടിയത് ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം ആ പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് അറിയാം പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ അല്ലെ അല്ലെങ്കിൽ എന്താണ് ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു y equal to C1 cos x plus C2 sin x plus 4x minus 5x cos x ഞാൻ ഇതിലേക്ക് എന്ത് കൊടുത്താൽ മതി C1 ന്റെ വാല്യൂ C1 എന്ന് പറഞ്ഞാൽ 9 pi ആണ് that is cos x plus C2 എന്ന് പറഞ്ഞാൽ 7 sin x plus 4x minus 5x cos x അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത നമ്മൾ ഇതിന്റെ 20ൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ ആ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എന്താണ് ബി ക്വസ്റ്റ്യൻ solve y double dash minus 6y dash plus 9y equal to 6x square plus 2 minus 12 e raised to 3x അല്ലെ ഇത് നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് അല്ലെ നമ്മൾ ചെയ്തു പോകേണ്ടത് കാരണം ഇവിടെ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഹോമോജീനിയസ് ഇക്വേഷനിലേക്ക് മാറ്റണം എന്നിട്ട് ഇത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ഇവിടെ yp എന്ന് പറയുമ്പോൾ അല്ലെ മൊത്തം ഇത്രയും വരുന്നതാണ് നമ്മൾ yp അതിൽ yp1 എന്ന് പറയുമ്പോൾ ഇത്രയും yp1 എടുക്കുക ഇത്രയും ഭാഗമാണ് yp2 എടുക്കേണ്ടത് അപ്പൊ ആദ്യം ഞാൻ തന്നതിനെ ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി സെലക്ട് ചെയ്തു ആരാണ് y double dash minus 6y dash plus 9y equal to 0 ഇനി എന്ത് ചെയ്യാ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റി ചെയ്തു അപ്പൊ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് എന്താണ് 9 ഈക്വൽ ടു 0 അതൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിലെ തന്നെയാണ് നമുക്ക് വന്നത് അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാ ലാംഡ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ഫോമിലാണ് അപ്പൊ ലാംഡ ഈക്വൽ ടു 3,3 എന്ന രീതിയിലേക്ക് വരും എങ്ങനെ ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ മൈനസ് 3 നമുക്ക് എങ്ങനെ എഴുതാ ലാംഡ മൈനസ് 3 ഹോൾ സ്ക്വയർ അപ്പൊ ഇതിന് 0ലേക്ക് പോകുമ്പോൾ 3 ഇവിടെ 3 വാല്യൂ ഇവിടെ 3 ആണ് അപ്പൊ ലാംഡ ഈക്വൽ ടു 3,3 അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ നമുക്ക് അറിയാം എങ്ങനെയായിരുന്നു അല്ലെ റിപ്പീറ്റഡ് റൂട്ട് ആണെങ്കിൽ C1 plus C2 x into e raised to lambda x ഇവിടെ ലാംഡന്റെ വാല്യൂ ഇവിടെ എത്രയാണ് നമുക്ക് അല്ലെ 3 ആണ് അപ്പൊ 3x ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്ക് തന്നിട്ടില്ല അപ്പൊ എന്ത് കണ്ടുപിടിക്കേണ്ടി വരില്ല C1 ന്റെയും C2 ന്റെയും വാല്യൂ കണ്ടെത്താം തൊട്ട് മുമ്പ് നമ്മൾ C1 ന്റെയും C2 ന്റെയും വാല്യൂ കണ്ടെത്താൻ പോയി കാരണം എന്താ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നതുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് അവിടെ അല്ലെ ചെയ്തു പോയത് അല്ലെ ഇങ്ങനെ ചെയ്തു പോയില്ല കാരണം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെ C1 ന്റെയും C2 ന്റെയും അതേപോലെ എടുത്ത് എഴുതിയാൽ മതി ക്ലിയർ ആയല്ലോ അപ്പൊ ഇനി നമ്മുടെ അടുത്ത എന്ത് ചെയ്യാൻ വേണ്ടത് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പൊ yp എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു yp1 നെ കണ്ടുപിടിക്കണം അപ്പൊ ഇതെന്തായാലും ലീനിയർ ഇക്വേഷൻ ആണ് അപ്പൊ നേരത്തെ നമ്മൾ ഇവിടെ സെക്കൻഡ് ഡിഗ്രി ലീനിയർ ഇക്വേഷൻ ആണ് മറ്റേത് 4x ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത് വെറും എന്തായത് അല്ലെ ax plus b ആയിരുന്നു ഇവിടെ എക്സ് സ്ക്വയർ വരുമ്പോ എന്താവും ഇവിടെ എക്സ് സ്ക്വയർ കൊടുക്കുക ഇവിടെ bx കൊടുക്കുക പിന്നെ ഒരു c എന്ന് കൊടുത്താൽ മതി ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അല്ലെ ഇനി ക്യൂബ് ആകുമ്പോൾ ഇവിടെ ക്യൂബ് ഇവിടെ സ്ക്വയർ അങ്ങനെ മാറി അല്ലെ ക്യൂബ് ആകുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ക്യൂബ് ആണെങ്കിൽ എന്താ ax ക്യൂബ് bx സ്ക്വയർ cx അല്ലെ പ്ലസ് d എന്ന രീതി അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്താ അല്ലെ സ്ക്വയർ ആയതുകൊണ്ട് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇനി ഇവിടെ എന്താ e raised to x ആണ് നമുക്ക് e raised to x ന് എന്ത് ചെയ്യാൻ മതി അതേപോലെ എടുത്ത് എഴുതിയാൽ മതി ഞാൻ അടുത്ത കോൺസ്റ്റന്റ് d എടുത്തു ആ e raised to എന്ത് കൊടുത്താൽ മതി 3x കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒന്ന് എന്ത് ചെയ്യുക yp ഡാഷ് yp ഡബിൾ ഡാഷ് വരെ ചെയ്യണം കാരണം y ഡബിൾ ഡാഷ് ഉണ്ട് അപ്പൊ yp ഡബിൾ ഡാഷ് വരെ ചെയ്ത് നോക്കുക എന്നിട്ട് a b c കാണാൻ പറ്റുമോ നോക്കുക ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ലാസ്റ്റ് പർട്ടിക്കുലർ ഇക്വേഷനകത്ത് അല്ലെ അവിടെ എന്ത് ചെയ്യുക ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതും ശരിയാകില്ലെങ്കിൽ x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതും ശരിയാകില്ല x ക്യൂബ് കൊണ്ട് ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആരാണ് അല്ലെ x ഇതിനെ എന്ത് ചെയ്താൻ നോക്കുകയാണ് കിട്ടുന്നുണ്ടോ നോക്കാൻ പോവാണ് അപ്പൊ ആദ്യം എന്ത് ചെയ്യാണ് yp നമ്മൾ എടുത്തെഴുതി yp ഈക്വൽ ടു എന്തായിരുന്നു അല്ലെ ax സ്ക്വയർ പ്ലസ് bx plus c plus d into e raised to 3x അപ്പൊ നമ്മൾ yp ഡാഷ് ആദ്യം ചെയ്യാൻ പോവാണ് അപ്പൊ എന്താ 2ax plus b
plus 0 plus 3d e raised to 3x. ഇനി yp double dash. അപ്പൊ 2a plus 3 into 3 9d e raised to 3x. നമുക്കറിയാം എന്താണ് y double dash minus 6y dash plus 9y equal to എന്താണ് 6x square plus 12 അല്ലെ minus 12 e raised to 3x. അപ്പൊ ഇതിനെന്താക്കിയത് yp dash അല്ലെ ഇങ്ങനെ ഒരു yp yക്ക് yp കൊടുത്തു. അപ്പൊ നേരെ 2a plus 9d e raised to 3x ഇനി minus 6 into yp dash ആണ് 2ax plus b ആ 0 ഞാൻ എഴുതുന്നില്ല 3 into e raised to അല്ലെ അപ്പൊ d ഉണ്ട് d into e raised to 3x plus 9 into yp എന്ന് പറയുമ്പോൾ എന്താവും അല്ലെ ax square plus bx plus c plus d into e raised to 3x equal to 6x square plus 2 minus 12 e raised to 3x. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും കിട്ടിയ 2a plus എന്ത് വരും 9d e raised to 3x അല്ലെ 2a yp double dash എന്നാണ് എന്ത് വരുന്നത് ഇവിടെ 2a plus 9d plus ആ minus 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 12ax minus 6b minus 6 into 3 18 ആണ്. അപ്പൊ 18d e raised to 3x അടുത്തെന്താവും 9a square ആയി plus 9bx ആയി plus 9c plus എന്തായി 9d e raised to 3x equal to 6x square plus 2 minus 12 e raised to 3x എന്ന രീതിയിലേ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് ആണെങ്കിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം അത് ശരിയാവുന്നുണ്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് e raised to x ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം ശരിയാവുന്നുണ്ടോ നോക്കാം. e raised to 3x ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോണ റഫ് ആക്കിയിട്ട് ഇനി പറ്റില്ലെങ്കിൽ നമുക്ക് ബാക്കി ചെയ്താൽ പറ്റുന്നെങ്കിൽ ബാക്കി ചെയ്താൽ മതി പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ അല്ലെ വൈപ്പിന് ഇവിടെ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ടും ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇക്വേറ്റ് ചെയ്യാണ് e raised to 3x ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നോക്കുക അവിടെ ഫസ്റ്റ് 9d കിട്ടി അല്ലെ ഇവിടെ 9d ഉണ്ട് ഇവിടെ എന്താ മൈനസ് 18d ഉണ്ട് ഇവിടെ ആരുണ്ട് ഇങ്ങനെ നോക്കി ഇവിടെ പ്ലസ് 9d ഉണ്ട് ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി നമുക്ക് അല്ലെ ഇവിടെ ഈക്വൽ ടു മൈനസ് 12 ഇവിടെ ഒക്കെ ഈക്വൽ ടു എന്തായി 0d കിട്ടി മൈനസ് 12 അപ്പൊ d ഈക്വൽ ടു മൈനസ് 12 ബൈ 0 അപ്പൊ ഇൻഡിറ്റർമിൻ ഫോമിലേക്ക് വന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം ഇതിനൊരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും ചെയ്ത് നോക്കണം അല്ലെ. അപ്പൊ ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് x സ്കോറാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ x കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല അവിടെ വാല്യൂസ് എന്ത് കിട്ടുന്നില്ല. ഓക്കെ അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ് ഈ x സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏത് yp2നെ കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ x സ്ക്വയർ കൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലൈ x കൊണ്ട് ചെയ്താൽ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് x സ്ക്വയർ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലും മതി. അപ്പൊ ഞാനിവിടെ ഈ ypന്റെ അവിടെ നിന്ന് ചെറിയ മാറ്റം വരുത്തി yp ഈക്വൽ ടു എന്തായി ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പ്ലസ് d ഇൻറ്റു x സ്ക്വയർ ഇൻറ്റു e raised to 3x. അപ്പൊ ആദ്യം ഞാൻ വെറും d ഇൻറ്റു e raised to 3x ചെയ്തപ്പോ എന്ത് കിട്ടിയില്ല നമ്മളെ കറക്റ്റ് a b c d കിട്ടിയില്ല. അതേപോലെ d ഇൻറ്റു x ഇൻറ്റു e raised to 3x കിട്ടിയില്ല. d ഇൻറ്റു x സ്ക്വയർ e raised to 3x ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് നമ്മള് ഒരു ടേം x ആക്കി ചെയ്തിരുന്നു അല്ലെ 20 a ക്വസ്റ്റ്യൻ അവിടെ x ചെയ്തപ്പോ നമുക്ക് എയും ബിയും സിയും കിട്ടിയിരുന്നു പക്ഷെ ഇവിടെ അത് കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ് dx സ്ക്വയർ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക x കൊണ്ട് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടാവില്ല അതിന് എന്ത് ചെയ്താൽ മതി നിങ്ങൾ x സ്ക്വയർ കൊണ്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണേ ഫസ്റ്റ് ഡെറിവേറ്റീവ് yp ഡാഷ് ചെയ്യാൻ പോവാ 2ax പ്ലസ് b cന്റെ വാല്യൂ 0 ആണ് 0 പ്ലസ് 2d in അല്ലെ പ്രൊഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്ത് 2d ഇൻറ്റു e raised to 3x പ്ലസ് 3dx സ്ക്വയർ ഇൻറ്റു e raised to 3x അല്ലെ. അപ്പൊ ഒന്നുകൂടി മാറ്റി ചെയ്താണ് 2ax പ്ലസ് b പ്ലസ് 2dx e raised to 3x പ്ലസ് 3dx സ്ക്വയർ e raised to 3x. ഇനി yp ഡബിൾ ഡാഷ് ചെയ്യണം. yp ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇവിടെ 2a ആയി ഇവിടെ 0 ആയി. ഇനി ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് ടൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം എക്സിനെ ഡെറിവേറ്റ് ചെയ്തപ്പോ എന്തായി എക്സ് ആണ് പോയി കിട്ടി. അടുത്ത് എന്ത് ചെയ്യാൻ പോവാണ് 3 into 2 6 ആയി dx e raised to 3x
ഇതിനെ എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യാണ് എക്സ് സ്ക്വയറിനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താവും 2 into 3 6 dx e raised to 3x. അടുത്ത് e raised to x ആകുമ്പോൾ 3 into 3 9 dx square e raised to 3x ആയി മാറി. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2a പ്ലസ് ഇവിടെ നോക്കുക 2d 3 raised to x അങ്ങനത്തെ ടേമേ ഇല്ല. അപ്പൊ അതേപോലത്തെ 2d e raised to 3x. ഇവിടെ 6dx ഉണ്ട്, ഇവിടെ 6dx ഉണ്ട്, രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 12dx e raised to 3x ഇവിടെ ഒറ്റക്കുള്ളൂ പ്ലസ് 9dx സ്ക്വയർ e raised to 3x. ഇതാണ് yp ഡബിൾ ഡാഷ്. നമുക്കറിയാം yp ഡബിൾ ഡാഷ് മൈനസ് 6 yp ഡാഷ് പ്ലസ് 9yp ഈക്വൽ ടു അല്ലെ 6x സ്ക്വയർ പ്ലസ് 2 മൈനസ് 12 e raised to 3x അല്ലെ നമ്മൾ നേരത്തെ എഴുതിയത്. ആ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതി ഇതിലേക്ക് yp ഡബിൾ ഡാഷ് കൊടുക്കുക, yp ഡാഷ് കൊടുക്കുക, yp കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ചെയ്യുമ്പോ അല്ലെ 2yp ഡബിൾ ഡാഷ് 2a പ്ലസ് 2d e raised to 3x പ്ലസ് 12dx e raised to 3x പ്ലസ് ഇനി എന്ത് ചെയ്യാണ് അല്ലെ 9dx സ്ക്വയർ e raised to 3x. അപ്പൊ yp ഡബിൾ ഡാഷ് കഴിഞ്ഞു. മൈനസ് 6 ഇൻറ്റു അടുത്ത yp ഡാഷ് ആണ് 2ax പ്ലസ് b പ്ലസ് 2dx e raised to 3x കഴിഞ്ഞിട്ടില്ല പ്ലസ് 3dx സ്ക്വയർ e raised to 3x പ്ലസ് ഇനി yp ന്റെ 9 ഇൻറ്റു അല്ലെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പ്ലസ് dx സ്ക്വയർ e raised to 3x ഈക്വൽ ടു ഇവിടെ എന്തായി 6x സ്ക്വയർ പ്ലസ് 12 മൈനസ് 12 e raised to 3x. ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം അല്ലെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 6 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താവും 2a പ്ലസ് 2d e raised to 3x പ്ലസ് 12dx e raised to 3x പ്ലസ് 9dx സ്ക്വയർ e raised to 3x minus 12ax minus 6b minus 12dx e raised to 3x minus 18dx square e raised to 3x plus 9ax square plus 9bx plus 9c plus 9dx square e raised to 3x അല്ലെ ഇവിടെ എത്തിക്കഴിഞ്ഞു equal to 6x square plus 2 minus 12 e raised to 3x. ഇനി ആരൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ അഡീഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ എന്തുണ്ട് 2a ഉണ്ട്. 2a ഇവിടെ എവിടെയെങ്കിലും വേറെ ഉണ്ടോ നോക്കാം. 2a ഇല്ല, 2a മാത്രമില്ല. അപ്പൊ എന്ത് ചെയ്തു ഞാനിവിടെ 2a ആദ്യം എടുത്ത് എഴുതി. ഇനി അടുത്തെന്താണ് ഇവിടെ 2d e raised to 3x ഇവിടെ ഉണ്ട് അല്ലെ, രണ്ട് ടിക്കറ്റ് കൊടുത്തു. അതേപോലെ എവിടെയെങ്കിലും നോക്കുക 2d അല്ലെ e raised to 3x 2d അല്ലെ 2d e raised to 3x ഇവിടെ 2dx ഉണ്ട്, ഇവിടെ എന്തില്ല അല്ലെ 2dx. അപ്പൊ അത് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്താ പ്ലസ് 2d e raised to 3x. ഇനി അടുത്ത് എന്താണ് 12dx അല്ലെ, അപ്പൊ എന്ത് ചെയ്തു 3 ടിക്ക് കിട്ടും 12dx e raised to x. അതിവിടെ പ്ലസും എന്തുണ്ട് മൈനസും ഉണ്ട്. അത് രണ്ടും എന്തായി ക്യാൻസൽ ആയി പോയി. ഇനി വേറെ ഉണ്ടോ നോക്കുക, അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. ഇനി അടുത്ത് 9dx സ്ക്വയർ 3x ഉണ്ട് അല്ലെ, വെട്ടിട്ടു 9dx സ്ക്വയർ. അപ്പൊ ഇവിടെ 9dx സ്ക്വയർ ഉണ്ട്, അതേപോലെ ഇവിടെ മൈനസ് 9d സ്ക്വയർ ഉണ്ട്, ഇവിടെ 9. അപ്പൊ ഇതെന്തായി 9ഉം 18ഉം ഇതെന്തായി ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ നോക്കാം മൈനസ് 12ax ഉണ്ട് അല്ലെ, മൈനസ് 12ax ഉണ്ട്. അപ്പൊ അതെടുത്ത് എഴുതി മൈനസ് 12ax. അത് ആരെങ്കിലും ഉണ്ടോ നോക്കാം, ഇല്ല. പിന്നെ ഇനി എന്തുണ്ട് മൈനസ് 6b ഉണ്ട്, ഇനി അത് ആരെങ്കിലും ഉണ്ടോ നോക്കാം. മൈനസ് 6b ആരുമില്ല. അപ്പൊ അതേപോലെ എടുത്ത് എഴുതി മൈനസ് 6b എടുത്ത് എഴുതി. അപ്പൊ ഈ ടേം കഴിഞ്ഞു. ഇവിടെ ഇനി പ്ലസ് 9ax സ്ക്വയർ ഇവിടെ ഇല്ല, അപ്പൊ അതും എന്ത് ചെയ്തു സെലക്ട് ചെയ്തു പ്ലസ് 9ax സ്ക്വയർ. ഇനി 9bx ഇവിടെ വേറെ ഇല്ല, അപ്പൊ അതേപോലെ എടുത്ത് എഴുതി 9bx. ഇനി 9c ആരുമില്ല, അത് എടുത്തു. അപ്പൊ ബാക്കിയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു 6x സ്ക്വയർ പ്ലസ് 2 മൈനസ് 12 e raised to 3x. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. അപ്പൊ എന്താവും 2a മൈനസ് 6b ആദ്യം കോൺസ്റ്റന്റ് ഒക്കെ ഒരുമിച്ച് ചെയ്താണ് പ്ലസ് 9c
plus 2d into e raised to 3x minus 12ax plus 9bx plus 9ax square equal to 6x square plus 2 minus 12 e raised to 3x. ഞാൻ ആദ്യം ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇക്വേറ്റിംഗ് e raised to 3x. അപ്പൊ e raised to 3x ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുണ്ട് ഇല്ല e raised to 3x മാത്രമേ ഉള്ളൂ. അപ്പൊ 2d equal to minus 12. d equal to minus 12 by 2 എന്ന് പറഞ്ഞാൽ minus 6 ആയി. ഇനി അടുത്തെന്താണ് ഇക്വേറ്റിംഗ് എക്സ് സ്ക്വയറിനെ ഇക്വേറ്റ് ചെയ്യാൻ. ഇവിടെ എക്സ് സ്ക്വയർ ആരേ ഉള്ളൂ അല്ലെ 9a മാത്രമേ ഉള്ളൂ. ഇവിടെ ആരുടെ 6. അപ്പൊ a equal to 6 by 9 അല്ലെ എന്ത് കിട്ടി 2 by 3 എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം. അടുത്ത ഇക്വേറ്റിംഗ് ആരാണ് എക്സിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആരൊക്കെ എക്സ് ഉണ്ട് നോക്കുക. ഇവിടെ minus 12a ഉണ്ട് പ്ലസ് 9b ഉണ്ട് ഈക്വൽ ടു ഇവിടെ എക്സ് ടേമേ ഇല്ല അതുകൊണ്ട് എന്തായി 0. എന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരിക്കുന്നത് എത്രയാണ് അല്ലെ 2 by 3 ആണ് പ്ലസ് 9b ഈക്വൽ ടു 0. ക്യാൻസൽ ചെയ്യുമ്പോൾ minus 4 into 2 plus 9b equal to 0. Minus 8 plus 9b equal to 0. But 9b equal to plus 8. b equal to 8 by 9. So b ന്റെ വാല്യൂ എന്ത് കിട്ടി അല്ലെ 8 by 9. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പോകണം കോൺസ്റ്റന്റ് എന്ത് ചെയ്യാണ് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ഇവിടെ ആരൊക്കെ കോൺസ്റ്റന്റ് 2a minus 6b plus 9c equal to ഇവിടെ കോൺസ്റ്റന്റ് 2 ആണ് equal to 2. അപ്പൊ എന്റെ വാല്യൂ നമുക്ക് അറിയാം എത്രയാണ് എന്റെ വാല്യൂ 2 by 3. ബിന്റെ വാല്യൂ നമ്മൾ കിട്ടി 8 by 9. ഇനി സിന്റെ വാല്യൂ നമുക്ക് അറിയില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു 2 ദാറ്റ് ഈസ് 4 by 3. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തു അല്ലെ 6 നെ 2 into 3 9 3 into 3 അപ്പൊ 3 ക്യാൻസൽ ആയി. അപ്പൊ 2 into എന്തായി 8 16 ആണ്. ഡിനോമിനേറ്റർ എന്തായി 3 ആയി പ്ലസ് 9c equal to 2. ഇവിടെ നിന്ന് 6 നെ 2 into 3 ആക്കി 9 3 into 3 ഈ 3 3 ക്യാൻസൽ ആയി 2 into 8 16 ആയി താഴത്ത് 3. ഇത് നേരെ സബ്ട്രാക്ട് ചെയ്യാലോ minus 12 by 3 plus 9c equal to 2. ദാറ്റ് ഈസ് എന്തായി minus 4 plus 9c equal to 2. 9c equal to 2 plus 4 equal to 6. അപ്പൊ എന്ത് കിട്ടി 9c equal to 6 c equal to 6 by 9. വീണ്ടും 2 into 3 3 into 3 9. അപ്പൊ എന്തായി 3 3 ക്യാൻസൽ ആയി 2 by 3 എന്ന രീതിയിൽ വന്നു. അപ്പൊ ഇവിടെ a equal to 2 by 3 b equal to 8 by 9 c equal to 2 by 3 d equal to minus 6. അപ്പൊ yp എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പ്ലസ് dx സ്ക്വയർ e raised to 3x ആയിരുന്നു. അപ്പൊ എന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 2 by 3 x സ്ക്വയർ. ബിന്റെ വാല്യൂ 8 by 9 x. സിന്റെ വാല്യൂ 2 by 3. ഇനി ഡി എന്ന് പറഞ്ഞാൽ minus 6 into പിന്നെ x സ്ക്വയർ e raised to 3x. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഹോമോജീനിയസ് ഇക്വേഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇവിടെ ഹോമോജീനിയസ് ഇക്വേഷൻ എന്തായിരുന്നു c1 പ്ലസ് c2x e raised to 3x. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ നേരെ എടുത്ത് എഴുതി 2 by 3 x സ്ക്വയർ പ്ലസ് 8 by 9 x പ്ലസ് 2 by 3 മൈനസ് 6 x സ്ക്വയർ e raised to 3x ആണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതോടുകൂടി നമ്മളെ 20യിലെ എയും ബിയും കംപ്ലീറ്റ് ആയി. കുറച്ച് ലെങ്തി പ്രോബ്ലം ആയിരുന്നു അല്ലെ 20A 20B ഒക്കെ കുറച്ച് ലെങ്തി പ്രോബ്ലംസ് ആണ്. കാരണം മൾട്ടിപ്പിൾസ് റൂൾ ഉപയോഗിച്ച് ഒന്നാമത്തെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയായി. പക്ഷെ രണ്ടാമത്തെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവുന്നില്ല ശരിയാവുന്നില്ല അല്ലെ. പിന്നെ എന്തുകൊണ്ടത് ഒന്നുമില്ല. അപ്പൊ എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത് ഇതിന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു കണ്ടെത്തിയത്. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ അല്ലെ. 21st ആകെ ഒരു നമ്മൾ ലെങ്ത് മറ്റേ 20നേക്കാൾ കുറച്ച് ലെങ്ത് ഉള്ള പ്രോബ്ലംസ് ആണ്. കാരണം ആ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ കണ്ടെത്തിയാൽ മാത്രമേ അറിഞ്ഞാൽ മതി. ബാക്കി ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് തിയറംസ് അറിഞ്ഞാൽ ഒരു കുറച്ച് പേജിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് തീർക്കാം. മറ്റേ 20 ചെയ്യുമ്പോഴാണ് കുറേ ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് 21 പറയുന്നത് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം solve the initial value problem y double dash plus y equal to 4 in delta of t minus 2 pi with y of 0 equal to 1 and y dash of 0 equal to 0. Delta of 2t where delta of
t minus 2 pi is the direct delta function. അപ്പൊ ഡെൽറ്റ ഫംഗ്ഷൻ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഏത് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാണ് നമ്മൾ ഏറ്റവും നല്ലത് A20 ചെയ്യാനും നല്ലത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് ലാപ്ലേസിന്റെയും കുറച്ച് ലാപ്ലേസിന്റെ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷന്റെ തിയറം കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തിയറം മാത്രം അറിഞ്ഞാൽ മതി, അതുവഴി നമുക്ക് തീർക്കാവുന്നതാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നല്ലത്. A20 കുറച്ച് ലെങ്തി ഉള്ള പ്രോബ്ലംസ് ആയി. അപ്പൊ തന്നതിന് നമുക്ക് ലാപ്ലൈസ്, അത് നമ്മൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ലാപ്ലേസിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് take the Laplace transformation of both sides of the given differential equation. We get a subsidiary equation as എന്താണ് L of y double dash plus L of y equal to 4 into L of എന്താണ് delta of t minus 2 pi ആണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? y double dash plus y equal to 4 into delta of t minus 2 pi നെയാണ് നമ്മൾ ആര് ഉപയോഗിച്ചത്? ലാപ്ലേസ് ഉപയോഗിച്ച്. അപ്പൊ L of നമ്മൾ ലീനിയർ ആണ്, നമുക്ക് ലാപ്ലേസ് ആയതുകൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കാതെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. L of y double dash plus L of y equal to എന്താണ് 4 into delta of വേണമെങ്കിൽ ഇവിടെ ഡെൽറ്റ ലാപ്ലേസ് കൊടുക്കണമെങ്കിൽ ഇവിടെ എന്താവും? ഡെൽറ്റ ലാപ്ലേസ് ഓഫ് ഡെൽറ്റ ഓഫ് t minus 2 pi ആണ്. ഇപ്പൊ നമ്മൾ റിസൾട്ട് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ആണ് റിസൾട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു തിയറം ആയിട്ട് ലാപ്ലേസ് ഓഫ് ഡെൽറ്റ ഓഫ് t minus t naught ആണെങ്കിൽ എന്തായിരുന്നു? e raised to minus into t naught. ഇവിടെ t naught ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ നോക്കുക? 2 pi അല്ലേ? അപ്പൊ t naught equal ഇവിടെ എന്താണ്? 2 pi ആണെന്ന് നോക്കുക. അപ്പൊ ഈ സൈഡ് നമ്മൾ കഴിഞ്ഞു. ഇനി എന്താണ് L of y double dash of എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? s square into L of y minus s into y of 0 minus y dash of 0 ആണ്. ഇതാണ് L of y double dash. അതേപോലെ L of y equal to 4 into ഇതിന്റെ റിസൾട്ട് നമ്മൾ ഈ റിസൾട്ട് കൂട്ടി കഴിഞ്ഞാൽ e raised to minus t naught ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? 2 pi ആണ്. ഇനി 2 pi. അപ്പൊ ഒന്നുകൂടി മാറ്റി അറേഞ്ച് ചെയ്യാം നമുക്ക് 2 pi ആദ്യം എന്ത് ചെയ്യാ 2 pi into s എന്ന രീതിയിൽ എഴുതാം. ഇനി ഇവിടെ s square into L of y of 0 നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ആണ്. അപ്പൊ minus s into 1 y dash of 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. plus L of y equal to 4 into e raised to minus 2 pi s ആക്കി എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താവും? s square into L of y മൈനസ് s മറ്റേ 0 ആണ്, ഇനി മൈൻഡ് ചെയ്യേണ്ട. L of y equal to 4 into e raised to minus 2 pi s. ഈ സമയത്ത് ആരുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഒരു L of y ഉണ്ട്. അത് ഔട്ട് സൈഡ് എടുത്തു. എന്തായി? plus 1 minus s equal to 4 into e raised to minus 2 pi s. അപ്പൊ L of y equal എന്ത് ചെയ്യാം? വേണമെങ്കിൽ s square plus 1 സ്റ്റെപ്പ് കൂട്ടാം. equal to 4 into e raised to minus 2 pi s plus s. അങ്ങോട്ട് പോവാം plus s. ഇനി L of y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into e raised to minus 2 pi s plus s divided by s square plus 1. അപ്പൊ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 4 into e raised to minus pi s divided by s square plus 1 plus s by s square plus 1. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? y ആണ് കണ്ടത്. ഇപ്പൊ y equal to inverse of എന്തായി? 4 e raised to minus 2 pi by s square plus 1 plus L inverse of s by s square plus 1. ഇത് എന്ത് ചെയ്യാം? 4 എന്ന് ഔട്ട് സൈഡ് എടുത്തു. L inverse of e raised to minus 2 pi s divided by s square plus 1 plus L inverse of s by s square plus 1. ഇത് നമുക്ക് റിസൾട്ട് അറിയാം. എന്തായിരുന്നു നമുക്ക് റിസൾട്ട്? L inverse of s by s square plus a square ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? cos 80 ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ a ന്റെ സ്ഥാനത്ത് ആരാ? 1 ആണ്. അപ്പൊ ഇത് റിസൾട്ട് ഓക്കെ ആണ്. അതേ സ്ഥാനത്ത് ഇവിടെ എന്താണ്? അതിന്റെ മുകളിൽ ആരും കൂടി വേണ്ട? e raised to minus 2 pi s കൂടി ഉണ്ട്. ആ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞ് പഠിച്ചതായിരുന്നു. L inverse of s into f of s ആണെങ്കിൽ എന്ത് പറയാം? f of t minus a into delta ഡെറിസ്റ്റൽ ഡെൽറ്റ into t minus a ആണ്.
അപ്പൊ ഇവിടെ ആര് സ്ഥാനത്ത് ഇവിടെ എഫ് ഓഫ് എ എസിന്റെ സ്ഥാനത്ത് ഇവിടെ ആര് വന്നു? എന്റെ സ്ഥാനത്ത് ഇവിടെ 2π ആയി എന്ന് മാത്രം അല്ലെ. എന്റെ സ്ഥാനത്ത് ഇവിടെ എന്തായി? 2π. അപ്പൊ ആ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തേരി ഞാൻ. y equal to L inverse of 4 into L inverse of e raised to minus 2πs divided by s square plus 1 plus L inverse of s by s square plus 1. ഞാൻ പറഞ്ഞ ഒരു റിസൾട്ട് ഇതും അതേപോലെ പിന്നെ ഏത് റിസൾട്ട് കൂടിയാ? ഈ റിസൾട്ടും കൂടി അറിഞ്ഞാൽ നമുക്ക് രണ്ട് റിസൾട്ടാണ്. ഇത് പ്രോബ്ലം സോൾവ് ആയി. കാരണം ഇത് പരിപാടി കഴിഞ്ഞു അല്ലെ. എന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2π ആണെന്ന് ഓർത്ത് വെക്കുക. 2π ആണ് അല്ലെ. എന്റെ സ്ഥാനത്ത് 2π. ഈ മറ്റേ റിസൾട്ട് എന്തെങ്കിലും നമുക്കറിയാം അല്ലെ. L inverse s by s square plus a square എന്ന് പറഞ്ഞാൽ cos at ആണ്. എന്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. ഇനി ഇവിടെ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താണ്? 2π അല്ലെ, മൈനസ് 2π. ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി മൈനസ് എ ആണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയാം നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാണ്. ഇത് നമ്മൾ ഇതിന്റെ റിസൾട്ടിന് പ്രകാരം ഒന്ന് മാറ്റി എഴുതാണെങ്കിൽ 4 into t അല്ല L inverse of e raised to minus 2πs into 1 by s square plus 1 plus L inverse of s by s square plus 1 ആണ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡിവിഷണൽ ഡെൽറ്റ ടി മൈനസ് ആണ്. ഇതെന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരായിരിക്കും? നമുക്കറിയാം അല്ലെ. L inverse of 1 by s square plus a square എന്ന് പറഞ്ഞാൽ sin at ആണ്. ഇവിടെ എന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ഇവിടെ എന്തായി? സൈൻ ഇവിടെ എന്തായി അല്ലെ. എന്റെ സ്ഥാനത്ത് 1 എന്ന രീതിയിൽ ഇവിടെ 1 ആണ്. അപ്പൊ sin t into ഡിവിഷണൽ ഡെൽറ്റ ഓഫ് ടി മൈനസ് എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 2π ആണ്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? 4 into sin t into അല്ലെ ഡിവിഷണൽ ഡെൽറ്റ ഓഫ് ടി മൈനസ് 2π പ്ലസ് ഇതെന്തായിരുന്നു? കോസ് ടി ആണ്. ഇൻറ്റു പ്ലസ് കോസ് ടി ആണ്. അപ്പൊ ഓർത്ത് വെക്കേണ്ട ഈ രണ്ട് റിസൾട്ട് ഉള്ളൂ. ഒന്ന് എവിടെയാണ്? ഈ റിസൾട്ടും പിന്നെ രണ്ടാമത്തെ റിസൾട്ട് ഏതാണ്? ഇത് റിസൾട്ടും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാ റിസൾട്ട്? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഡിവിഷണൽ ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. ഈ ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. സൈൻ ടി ആണ്. അപ്പൊ സൈൻ ടി എഴുതി. പിന്നെ ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ 2π. അപ്പൊ 4 into sin t into ഡിവിഷണൽ ഡെൽറ്റ ടി മൈനസ് 2π പ്ലസ് കോസ് ടി ആണ്. അപ്പൊ ഇതെല്ലാം ഏറ്റവും ആകെ 2 പേജേ ഉള്ളൂ എഴുതിയിട്ടുണ്ട്. നേരത്തെ കുറെ നമ്മൾ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും സിമ്പിൾ ഞാൻ പറയാനുള്ള കാരണം 21st ആണ്. 20നേക്കാൾ കുറച്ച് എഴുതിയാൽ മതി. എത്ര കിട്ടും? 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മളെ അല്ലെ ഏപ്രിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ?